മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഇന്നത്തെ പ്രഭാത വിരുന്നിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു പ്രഭാതം കൂടി നൽകി ദൈവം നമ്മെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ദൈവത്തിന് ഈ പ്രഭാതത്തിൽ നമുക്ക് നന്ദി പറയാം. ഇന്ന് ദൈവം നമുക്ക് നൽകാൻ പോകുന്ന എല്ലാ അനുഭവങ്ങളെയും, എല്ലാ സന്തോഷങ്ങളെയും, എല്ലാ കൃപകളെയും ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ദൈവം ഈ പ്രഭാതത്തിലേക്ക് നമ്മെ ആനയിച്ചപ്പോൾ ഒത്തിരി പ്രതീക്ഷകളുമായിട്ടാണ് ദൈവം നമ്മെ ഈ പ്രഭാതത്തിലേക്ക് കൊണ്ടുവന്നത്. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നമ്മൾ ജീവിക്കുവാനും ദൈവഹിതം നിറവേറ്റിക്കൊണ്ടു പോകുന്ന ആളുകളായിട്ട് നമ്മൾ മാറും എന്ന വലിയ ഒരു പ്രതീക്ഷയും വിശ്വാസവും ദൈവത്തിനുള്ളത് കൊണ്ടാണ് ഈ മനോഹരമായ പ്രഭാതത്തിലേക്ക് ദൈവം നമ്മെ ആനയിച്ചത്. ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളോടും കൂടി ചേർന്ന് നമുക്ക് ദൈവത്തെ ഈ പ്രഭാതത്തിൽ ആരാധിക്കുകയും സ്തുതിക്കുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായ വിധത്തിൽ അപേക്ഷിക്കാം. ഈ ദിവസം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നയിക്കുന്നതിനും ജീവിക്കുന്നതിനുമുള്ള അനുഗ്രഹം നമുക്ക് തരണമേ എന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് നമുക്ക് അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിൻ്റെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാത വിരുന്നിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ലോകത്തിൽ പലവിധ ദുശീലങ്ങൾക്കും അടിമപ്പെട്ട പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാരെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മദ്യത്തിനും മയക്കുമരുന്നിനും പുകവലിക്കും അതുപോലെ തന്നെ ഇൻ്റർനെറ്റിനും മൊബൈലിനുമൊക്കെ അടിമപ്പെട്ട ധാരാളം യുവതി യുവാക്കന്മാർ നമ്മുടെ മധ്യത്തിലുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവരുടെ മാതാപിതാക്കളും ഉറ്റവരുമൊക്കെ പലപ്പോഴും ഫോൺ വിളിച്ചൊക്കെ നമ്മോട് ആവശ്യപ്പെടാറുമുണ്ട്. അവരെ എല്ലാവരെയും നമുക്ക് ഈ പ്രഭാതത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ എല്ലാ ദുശീലങ്ങളിൽ നിന്നും കർത്താവ് അവർക്ക് മോചനം നൽകണമേ എന്ന് പ്രത്യേകമായിട്ടും അവരെ സമർപ്പിച്ച് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഈ പ്രഭാതത്തിൽ നമുക്ക് വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല,
സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു, സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. എഴുത്തുകാരനായ ലിയോ ടോൾസ്റ്റോയിയുടെ ഒരു കഥയാണ് ഒരുവൻ തൻ്റെ സഹോദരനെ കാണുമ്പോൾ ദൈവത്തെ കാണുന്നു എന്ന്. ആ കഥയുടെ ഉള്ളടക്കം ഇതാണ്. നിഷ്കളങ്കനും ഭക്തനുമായ ഒരു ചെരുപ്പ് കുത്തിക്ക് ഒരിക്കലും ഒരു സ്വപ്നമുണ്ടായി. ആ സ്വപ്നം ഇതാണ്: ആ ചെരുപ്പ് കുത്തിയുടെ തെരുവിലൂടെ ഈശോ കടന്നു പോകുന്നതും ആളുകൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതും സൽക്കരിക്കുന്നതുമൊക്കെയാണ്. ഈ ചെരുപ്പ് കുത്തിക്ക് ആ സ്വപ്നം യാഥാർത്ഥ്യമായതായിട്ട് തോന്നി. അദ്ദേഹം അതുകൊണ്ട് പിറ്റേ ദിവസം തൻ്റെ കടയൊക്കെ നേരത്തെ അടച്ച് തൻ്റെ വീട്ടിൽ യേശുവിനെ കാത്തിരിക്കുകയാണ്. ഈശോ വരുന്നതും കാത്ത് അദ്ദേഹം തൻ്റെ ജനാലയിലൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴിതാ ഒരു സ്ത്രീ, പാവപ്പെട്ട ഒരു സ്ത്രീ, ദരിദ്രയായ ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെയുമായിട്ട് അങ്ങോട്ട് കടന്നു വരുന്നു. അവൾ പറഞ്ഞു അവൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല, കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല, അതുകൊണ്ട് അവൾ ആത്മഹത്യയുടെ മുനമ്പിലാണ് എന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം അവളെ ആശ്വസിപ്പിച്ച് അവൾക്ക് ഭക്ഷണവും വസ്ത്രവും അത്യാവശ്യ സാധനങ്ങളുമെല്ലാം കൊടുത്ത് അവളെ പറഞ്ഞയച്ചു. വീണ്ടും അദ്ദേഹം യേശുവിനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിക്കുമ്പോൾ ദരിദ്രനായ ഒരു വൃദ്ധൻ തണുത്തു വിറച്ച് അതിലേക്ക് കൂടി കടന്നു പോകുന്നതാണ്. അദ്ദേഹം ആ വൃദ്ധനെ സ്വീകരിച്ച് നല്ല പുതപ്പൊക്കെ കൊടുത്തു, നല്ല വസ്ത്രമൊക്കെ കൊടുത്ത് അയാളെ ആശ്വസിപ്പിച്ച് പറഞ്ഞു വിട്ടു. അങ്ങനെ പറഞ്ഞു വിടുമ്പോഴും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഈശോ അതിലെ കടന്നു പോകുന്നുണ്ടോ എന്നുള്ളതാണ്. അദ്ദേഹം പലരെയും സഹായിച്ച് പറഞ്ഞു വിട്ടപ്പോഴും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു യേശു അതിലെ കടന്നു പോകുന്നുണ്ടോ എന്ന്. കാണാതായപ്പോൾ അദ്ദേഹം വിചാരിച്ചു താൻ ഈ പാവപ്പെട്ട മനുഷ്യരെയൊക്കെ ശുശ്രൂഷിച്ച സമയത്ത് യേശു അതിലെ എങ്ങാനും കടന്നുപോയോ എന്ന്. അങ്ങനെ സന്ധ്യയായപ്പോൾ പതിവ് പോലെ അദ്ദേഹം ബൈബിൾ എടുത്ത് വായിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ വചനം ഇങ്ങനെയായിരുന്നു: നീ ചെറിയവരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്നും. ആ വചനത്തിൻ്റെ ഉള്ളടക്കം അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ഈ പാവപ്പെട്ട സ്ത്രീയെയും ദരിദ്രനായ വൃദ്ധനെയും മറ്റുള്ളവരെയും ഒക്കെ സഹായിച്ചപ്പോൾ യേശുവിനെ തന്നെയാണ് സഹായിച്ചത് എന്ന്. ഇത് പറഞ്ഞുകൊണ്ടാണ് ടോൾസ്റ്റോയി ഈ കഥ അവസാനിപ്പിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു വലിയ സമ്മേളനം വിളിച്ചുകൂട്ടി. അത് ലീഗ് ഓഫ് നേഷൻസിൻ്റെ പേരിലായിരുന്നു. ഇന്നത്തെ യുണൈറ്റഡ് നേഷൻസിൻ്റെ മുൻപ് തുടങ്ങിയ ഒരു പ്രസ്ഥാനമായിരുന്നു. അതിന് മുന്നോടിയായിട്ട് തുടങ്ങിയതായിരുന്നു ഈ ലീഗ് ഓഫ് നേഷൻസ്. ആ സമ്മേളനത്തിൻ്റെ ഉദ്ദേശമായി ഇങ്ങനെയായിരുന്നു: എങ്ങനെയാണ് യുദ്ധം മൂലം തകർന്ന ഈ ലോകത്തിന് പുരോഗതിയും ശാന്തിയും കൈവരിക്കാൻ സാധിക്കുന്നത് എന്നു. പല ചർച്ചകളൊക്കെ നടത്തിയിട്ടും ഓരോ തീരുമാനത്തിലേക്ക് വരുന്നതിനായിട്ട് അവർക്ക് സാധിച്ചില്ല. അതിൻ്റെ ഫലമായിട്ട് അവർ തീരുമാനിച്ചു പ്രസിദ്ധ മനഃശാസ്ത്രജ്ഞനായ ഫ്രോയിഡിനെ ഇതിന് ഒരു പരിഹാരം കണ്ടെത്തുന്നതിനായിട്ട് ഏൽപ്പിക്കാമെന്ന്. അങ്ങനെ ഫ്രോയിഡിനെ ഏൽപ്പിച്ചു. ഫ്രോയിഡ് വളരെ വിശാലമായ അനേകം പേജുകളുള്ള ഒരു പ്രബന്ധം തയ്യാറാക്കി കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കാമവും ദേഷ്യവും അസൂയയുമൊക്കെയാണ് ഈ ലോകത്തെ ചലിപ്പിക്കുന്നത്. എന്നാൽ അതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായിട്ട് നിലകൊള്ളുന്നത് സ്നേഹമാണ്. സ്നേഹമാണ് ഈ ലോകത്തെ ചലിപ്പിക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും നിലനിർത്തുന്നതുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്നും. ഈ ലോകത്തിൽ പുരോഗതിയും ശാന്തതയും ഒക്കെ കൈവരിക്കണമെങ്കിൽ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളെ അവസാനിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പാരീസിലെ തെരുവിലൂടെ ഒരു കവി നടന്നു പോവുകയായിരുന്നു. അദ്ദേഹം അതിലൂടെ കടന്നു പോയപ്പോൾ അന്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിക്കുന്നത് അദ്ദേഹത്തിന് കാണാനിടയായി. അദ്ദേഹം എന്തെങ്കിലും
ഇദ്ദേഹത്തിന് കൊടുക്കാമെന്ന് കരുതി പോക്കറ്റിൽ തപ്പിയപ്പോൾ ഒന്നും അദ്ദേഹത്തിൻ്റെ കൈവശം ഇല്ലായിരുന്നു. അദ്ദേഹം ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ എഴുതി, നാളെ വസന്തകാലം ആരംഭിക്കുകയാണ്, ഈ വസന്തകാലത്തെ കാണുവാനായിട്ട് എനിക്ക് കണ്ണുകളില്ല എന്നെഴുതി ഈ മനുഷ്യൻ്റെ ആ ഭിക്ഷാപാത്രത്തിൽ ഇട്ടിട്ട് ആ കവി കടന്നുപോയി. ഈ കവിക്ക് പിറകെ വന്നവരെല്ലാം ഇത് വായിച്ചിട്ട് അദ്ദേഹത്തിന് ദാനധർമ്മം നന്നായ രീതിയിൽ കൊടുക്കുകയുണ്ടായി. അങ്ങനെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പാത്രം നിറയുകയും നല്ല ഒരു തുക അദ്ദേഹത്തിന് സമ്പാദിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. നമ്മുടെ ഒക്കെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മറ്റുള്ളവരോടൊക്കെയുള്ള നമ്മുടെ സ്നേഹമെന്ന് പറയുന്നത് അത് നിർജീവമായിട്ടുള്ള ഒരു സ്നേഹമാണ്. മറ്റുള്ളവരെ ശരിയായ വിധത്തിൽ മനസ്സിലാക്കാതെയാണ് നമ്മൾ പലപ്പോഴും അവരെ സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലും അവരുടെ ജീവിതത്തിലും ഒന്നും വലിയ ചലനങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കാതെ പോകുന്നത്. ഈ കവി എഴുതിയത് വളരെ അർത്ഥവത്തായിരുന്നു. അദ്ദേഹത്തിന് ഒന്നും അപ്പോൾ കൊടുക്കാനായിട്ട് സാധിച്ചില്ല എങ്കിൽ പോലും തൻ്റെ പിന്നാലെ വരുന്നവർക്ക് വളരെ പ്രചോദകമായിട്ടുള്ള ഒരു വചനം എഴുതിയിട്ടിട്ട് പോകുന്നതിനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അത് ആ അന്ധനായിട്ടുള്ള മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെ ഫലപ്രദമായിട്ട് തീരുകയും ചെയ്തു. പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയപ്പോൾ 1-ാം ലേഖനത്തിൽ 13-ാം വാക്യത്തിൽ എഴുതിയതാണ് നമ്മളിപ്പോൾ വായിച്ച് കേട്ടത് സുവിശേഷ ഭാഗമായിട്ട്. അദ്ദേഹം സ്നേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ എത്ര ഉദാത്തമായിട്ടാണ് അവതരിപ്പിക്കുന്നത് എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അദ്ദേഹം പറയുകയാണ്, ഞാൻ മനുഷ്യരുടെയും മാലാഖമാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാനൊരു മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നും അല്ല എന്നും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സ്നേഹമാണ് നമ്മുടെ ജീവിതത്തെ ചലിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു ശക്തി എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടിയിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ഇത് എഴുതുന്നത് കലുഷിതവും അതുപോലെ തന്നെ പ്രശ്നബാധിതവുമായ ഒരു സമൂഹത്തിനാണ്. നമ്മുടെ ഈ വർത്തമാനകാലത്തിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ പ്രശ്നബാധിതവും അതുപോലെ തന്നെ കലുഷിതവുമായിട്ടുള്ള ഒരു സമൂഹത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ആ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ വക്താക്കളായിട്ട്, സ്നേഹത്തിൻ്റെ ഉറവിടങ്ങളായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിച്ചാൽ മാത്രമേ ഉള്ളൂ കലുഷിതബാധിതവും പ്രശ്നബാധിതവുമായ സമൂഹത്തിൽ പുരോഗതിയും ശാന്തിയുമൊക്കെ കൊണ്ടുവരുന്നതിനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ടും ഈ ദിവസം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം എപ്പോഴും എല്ലാ നിമിഷങ്ങളിലും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യൗസേപ്പ് കാവലായിട്ട് നമ്മുടെ കൂടെ, നമ്മുടെ മധ്യത്തിൽ ആയിരിക്കട്ടെ. നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥർ നമ്മോടുകൂടെ ആയിരുന്നു കൊണ്ട് നമ്മെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യട്ടെ. കാവൽ മാലാഖമാർ കാവലായിട്ട് നമ്മുടെ കൂടെ ആയിരുന്നു കൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പൈശാചികമായ സ്വാധീനങ്ങളിൽ നിന്നും തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്നും നമുക്ക് വിടുതൽ നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവർ, ഈ പ്രഭാത വിരുന്നിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് പ്രത്യേകം ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും ഗുഡ്നസ് ടി വിയെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ഗുഡ്നസ് ടി വിയിലൂടെ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും അനേകായിരങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതിനും അവരുടെ ജീവിതത്തെ ചലിപ്പിക്കുന്നതിനും മാനസാന്തരം ഉളവാക്കുന്നതിനുമുള്ള കൃപ
ഈ ധ്യാനകേന്ദ്രത്തിലൂടെയും ഈ TV ചാനലിലൂടെയും ദൈവം സമർത്ഥമായിട്ടും നൽകുന്നതിന് വേണ്ടി ഇവയെ രണ്ടിനെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സാധിക്കുന്ന എല്ലാവരും മരിയൻ കൂടാരങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളോട് ചേർന്ന് ഒരു കൊന്തയെങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ, നീ എന്നാശ്രയം. എല്ലാരും എന്നെ പിരിഞ്ഞപ്പോൾ, ആലംബമില്ലാതലഞ്ഞപ്പോൾ, ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ, നീ എൻ്റെ ആശ്വാസധാരയായി വന്നു. ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ, നീ എൻ്റെ ആശ്വാസധാരയായി വന്നു. എൻ പ്രിയരെല്ലാം എന്നെ വെറുത്തു, ആഴമേറും മുറിവുകൾ എന്നിൽ നൽകി. ഞാൻ ചെയ്യാത്ത കുറ്റം ചുമത്തി എൻ മനസ്സിൽ ഒരുപാട് വേദനയേകി. നൊമ്പരത്താൽ എൻ്റെ ഉള്ളം പുകഞ്ഞു, നീറും നിരാശയിൽ തേങ്ങി. അപ്പോൾ നീ എൻ്റെ കാതിൽ പറഞ്ഞു, നിന്നെ ഞാൻ കൈവെടിയില്ല. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ, നീ എന്നാശ്രയം. നിൻ വചനങ്ങളെത്രയോ സത്യം, ഈ ലോകത്തിൻ മായാവിലാസങ്ങൾ വ്യർത്ഥം. ഞാൻ നിന്നോടു ചേരട്ടെ നാഥാ, നീ
ഇതാണല്ലോ എന്നെ മറക്കാത്ത സ്നേഹം. തോരാത്ത കണ്ണീരുമായ്ക്കും യേശുവിൻ കുരിശോടു ചേർന്നു ഞാൻ നിന്നു. അപ്പോൾ അവൻ എന്നെ വാരിപ്പുണർന്നു, വാത്സല്യ ചുംബനമേകി. അപ്പോൾ അവൻ എന്നെ വാരിപ്പുണർന്നു, വാത്സല്യ ചുംബനമേകി. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ നീ എന്നാശ്രയം. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുന്നതിനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഈ ദിവസം മുഴുവനും നിങ്ങളോടെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാത വിരുന്നിൽ എന്നോടൊപ്പം പങ്കുചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. നല്ല ഒരു ദിവസം, അനുഗ്രഹസമ്പന്നമായ ഒരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. നന്ദി.